ഹായ് ഹലോ ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സെക്കൻഡ് ടൈം ക്രിസ്മസ് എക്സാമിൻ്റെ ഈ വർഷത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വരുമെന്നുറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതേ മോഡലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസൊക്കെ നന്നായിട്ട് റീഡ് ചെയ്യുക. ഇനി ആക്ടിവിറ്റി 1 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. റീഡ് ദ ഫോളോവിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഫോളോ. പോയം തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് താഴെ. അതിന് ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. The trees are tall, but the moon small. My legs feel rather weak. For Eves, Mavis, and Tom Clark are hiding somewhere in the dark, and it's my turn to seek. Suppose they lay a trap and play a trick to frighten me. Suppose they plan to disappear and leave me here half dead with fear, groping from tree to tree, alone, all on my own, and then perhaps to find not Avis, Mavis, and young Tom, but monster to run shrieking from. Mad monster of no kind. റോബർട്ട് ഗ്രാവ്സ് എഴുതിയ പോയമാണ്. എന്താണ് ഈ പോയിൽ പറയുന്നത്? മരങ്ങൾക്ക് ഉയരമുണ്ട്, പക്ഷേ എന്താണ്, ചന്ദ്രൻ ചെറുതാണ്. എൻ്റെ കാലുകൾക്ക് ബലക്കുറവ് തോന്നുന്നുണ്ട്. കാരണം എന്താണ്, അവിസും മാവിസും ടോമും ക്ലാർക്കും ഇരുട്ടിലെവിടെയോ മറഞ്ഞിരിക്കുകയാണ്. അന്വേഷിക്കാനുള്ള എൻ്റെ ഊഴമാണ്. എന്താണ്, എന്നെ ഭയപ്പെടുത്താൻ അവർ ഒരു കെണി വെക്കുകയും ഒരു തന്ത്രം കളിക്കുകയും ചെയ്തുവെന്ന് കരുതുക. മരത്തിൽ നിന്ന് ടീയിലേക്ക് തപ്പി അവർ അപ്രത്യക്ഷമാക്കാൻ പേടിച്ച് പാതി മരിച്ച് എന്നെ ഇവിടെ വിടൂ. പദ്ധതി ഇട്ടിരിക്കുകയാണ് അല്ലേ അവർ ഒളിച്ച് കളിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റക്കായിട്ട് എല്ലാം എൻ്റെ സ്വന്തം. പിന്നെ ഒരു പക്ഷേ ആവിസ് മാവിസ് യങ് ടോം കണ്ടെത്താനായേക്കും എനിക്ക്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഗെയിം ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഏത് ഗെയിമാണ് കുട്ടികൾ കളിക്കുന്നത്? ഫുട്ബോൾ, ഹൈഡ് ആൻഡ് സിക്ക്, ചെസ്, ക്രിക്കറ്റ്. എന്താണ്? ഹൈഡ് ആൻഡ് സിക്ക് ആണ്. ബി ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ചിൽഡ്രൻ ആർ ഹൈഡിങ് സംവെയർ ഡാഷ്, ബിഹൈൻഡ് ദ ഹൗസ്, അണ്ടർ ദ ബ്രിഡ്ജ്, ഇൻ ദ ഡാർക്ക്, ബിഹൈൻഡ് ദ ട്രീ. എന്താണ്? സി ആണ് അല്ലേ, ഇൻ ദ ഡാർക്ക് ആണ്. Third question, the child is afraid that he might see dash instead of his friend. Monsters, devil, wild animal, snake. എന്താണ്? മോൺസ്റ്റേഴ്സ് ആണ് ആൻസർ. ഇനി 4, ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ്. ഏതൊക്കെയാണ്? ക്ലാർക്ക്, ഡാർക്ക്, ടോം, ഫ്രോം, അല്ലേ? ഇനിയുണ്ട് ഡിസപ്പിയർ, ഫിയർ. ഇതൊക്കെ റൈമിംഗ് വേർഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദ പോയറ്റ് ഓഫ് ദ പോയം. ആരാണ് പോയറ്റ്? റോബർട്ട് ഗ്രാവ്സ് ആണ് ഈ പോയം എഴുതിയ പോയറ്റ്, കവി. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. എന്താണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്? സയൻസ് ക്ലബ് ഇൻ സ്കൂൾ സെലിബ്രേറ്റ് ഓസോൺ ഡേ ഓൺ 16 സെപ്റ്റംബർ 2024. എ റാലി വാസ് ആൾസോ കണ്ടക്റ്റഡ്. പ്രിപ്പയർ എ ന്യൂസ് റിപ്പോർട്ട് ഓൺ ഇറ്റ്. അല്ലേ, നിങ്ങൾ സ്കൂളത്തെ സയൻസ് ക്ലബ്ബ് ഓസോൺ ഡേ സെപ്റ്റംബർ 16 സ്കൂളിൽ നടത്തി. അതിന് ബന്ധപ്പെട്ടിട്ട് റാലി സ്കൂളിൽ കണ്ടക്ട് ചെയ്തു. അതിനെക്കുറിച്ചിട്ട് ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, പത്രത്തിൽ വന്ന വാർത്ത. അപ്പോൾ നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ എന്ത് വേണം? ഒരു ഹെഡിങ് വേണം, അല്ലേ? ഓസോൺ ഡേ സെലിബ്രേഷൻ 19 സെപ്റ്റംബർ 2024 GMUP സ്കൂൾ സയൻസ് ക്ലബ്ബ് എന്ന് പറയാൻ സ്ഥലം കൊടുത്തു. എന്നിട്ട് വേണം നിങ്ങൾ ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ. ഓസോൺ ഡേ വാസ് ഓർഗനൈസ്ഡ് ഓൺ 19 സെപ്റ്റംബർ ആസ് പാർട്ട് ഓഫ് ദ സ്കൂൾ ഡേ സെലിബ്രേഷൻ. ഓസോൺ ഡേ വാസ് ഓർഗനൈസ്ഡ് ആസ് പാർട്ട് ഓഫ് ദ സ്കൂൾ ഡേ സെലിബ്രേഷൻ. ഇൻ കണക്ഷൻ വിത്ത് ദിസ് ഡേ, the chief guest president inaugurated and school leader gave a speech, and in this regard children from the school organized a rally. അപ്പോൾ എന്താണ് ന്യൂസ് റിപ്പോർട്ട്? ഏത് സബ്ജക്റ്റുമായിട്ട് ന്യൂസ് റിപ്പോർട്ട് എഴുതാൻ വന്നാൽ നിങ്ങൾ അതിൻ്റെ ഘടന മനസ്സിലാക്കണം, അല്ലേ? ആ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കണം. ഹെഡിങ് വേണം, പിന്നെ സ്ഥലം വേണം, എന്നിട്ട് റിപ്പോർട്ട് ചെയ്തിട്ട് എഴുതണം. ആക്ടിവിറ്റി 3 കോൺവെർസേഷൻ ആണ്, സംഭാഷണം എഴുതാനാണ്. ഡു യു ലൈക്ക് ദ സ്റ്റോറി സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. നിങ്ങൾക്ക് സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറഞ്ഞ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ? മൈക്കൽ ജോർദാൻ വാസ് വെരി സാഡ് ആൻഡ് ഹി വാസ് സിറ്റിംഗ് അലോൺ.
അല്ലേ? മൈക്കൽ ജോർദാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ അവന് ഒരു ദിവസം ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. ദെൻ ഹിസ് ഫാദർ കെയിം ആൻഡ് ഹി മോട്ടിവേറ്റഡ് ഹിം. അങ്ങനെയാണ് അവൻ്റെ അച്ഛൻ വന്ന് അവനെ മോട്ടിവേഷൻ ചെയ്തത്, അല്ലേ? നമ്മൾ സ്റ്റോറിയിൽ പഠിച്ചതാണ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ മൈക്കൽ ആൻഡ് ഹിസ് ഡാഡ്. അപ്പോൾ ഒരു കോൺവെർസേഷൻ മൈക്കലും അവൻ്റെ അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 5 കോൺവെർസേഷൻ എങ്കിലും എഴുതണം. ഡാഡി പറയുന്നുണ്ട്, മൈക്കൽ വൈ ആർ യു സോ സാഡ്, വാട്ട് ഹാപ്പൻ? മൈക്കൽ നീ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയതെന്ന് ഒരു എക്സാമ്പിളോടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈക്കൽ എന്താ പറയുക? അല്ലേ, വാട്ട് ഹാപ്പൻ ഡിയർ, യു ഹാവൻ ഗോൺ ടു ദ പാർക്ക്? നീ പാർക്കിൽ പോകുന്നില്ലേ വിത്ത് യുവർ ബ്രദർ ഫോർ എ വൈൽ നൗ, ആർ യു ഓക്കെ? മൈക്കൽ, ഐ തോട്ട് ഐ വുഡ് അറ്റ്ലീസ്റ്റ് എ ഫ്യൂ ഇഞ്ചസ് ടോളർ. ബൈ നൗ ഐ ഡിഡ് എവറിത്തിങ് മമ്മ ടോൾഡ് മീ ടു ഡു ബട്ട് നത്തിങ് ഹാപ്പൻഡ്. Why do you want to be taller? Michael, if I were taller I had been great player and I could help our team win. Dad, but you are a good player, son, and you already have everything it takes to be winner. Being taller may help you play a little better, but not as much as practice, determination, and giving your best will. Those are the things that make you a real winner. Michael, thank you, Dad. ഇങ്ങനെ നിങ്ങൾ കോൺവെർസേഷൻ എഴുതാവുന്നതാണ്. ഇനി അടുത്ത് നോക്കാം. ആക്ടിവിറ്റി 4 ലെറ്റർ ആണ്. റബേക്ക മെയ്ഡ് ആൻ അറ്റംപ്റ്റ് ടു പ്രൊട്ടക്ട് ദ എൻവയോൺമെൻറ്റ്. അല്ല, റബേക്കയുടെ സ്റ്റോറി നമ്മൾ പഠിച്ചതാണ്. ദ സ്കൂൾ അതോറിറ്റീസ് ആൻഡ് മാസി കമ്മിറ്റി മെമ്പേഴ്സ് അപ്രീസിയേറ്റഡ് ഹെർ. അങ്ങനെ അവളെ അപ്രീഷിയേറ്റ് ചെയ്ത് സ്കൂൾ കമ്മിറ്റിയും സ്കൂൾ അതോറിറ്റിയും മാസി കമ്മ്യൂണിറ്റിയൊക്കെ അവളെ എന്ത് ചെയ്തു? അപ്രീസിയേഷൻ ചെയ്തു. ഹെർ ഫ്രണ്ട് സുലേഖ ഹു വെൻറ്റ് എ ബോട്ട് ഫോർ സ്റ്റഡീസ് came to know about her effort. She wrote a letter to Rebecca for appreciating her. അല്ല, അങ്ങനെ അവളുടെ ഫ്രണ്ട് അവൾക്ക് എഴുതുന്ന ഒരു കത്താണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അവളുടെ എഫേർട്ടിനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ എന്ത് ചെയ്യാണ്? റബേക്കയ്ക്ക് കത്ത് എഴുതുകയാണ്. ആ ഒരു ലെറ്ററാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റർ എഴുതുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ആദ്യം ഫ്രം എഴുതണം, ഫ്രണ്ടിൻ്റെ പേര്, സ്ഥലം, ടു റബേക്ക അല്ലേ, സ്ഥലം. പിന്നെ ഡിയർ റബേക്ക അല്ലേ, പിന്നെ എന്താണ്, ഹൗ ആർ യു, ഹോപ്പ് ഓൾ ആർ ഫൈൻ, ഐ എം ആൾസോ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആ കണ്ടൻറ്റ് എന്ത് ചെയ്യണം? സുഖവിവരങ്ങൾ അന്വേഷിക്കുന്ന ആ കണ്ടൻ്റ് ആയിരിക്കണം. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിലാണ് നമ്മൾ കണ്ടൻറ്റ്, വിഷയം ഉൾപ്പെടുത്തേണ്ടത്. അതെങ്ങനെ നമുക്ക് എഴുതാം? ഇവിടെ പിന്നെ നമുക്ക് എന്തെല്ലാം ആഡ് ചെയ്യാം? വാട്ട് യു ഹാവ് ഷോൺ for natural conversation is an example for all. How did you manage to do this and what did you do for this? I want to do the same. If you had come forward, no one would have missed this one attention. എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇതിൽ ആ സബ്ജക്റ്റ് എന്താണോ നിങ്ങൾക്ക് സബ്ജക്റ്റ് തന്നിട്ടുള്ളത് അതുമായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കാം. എന്നിട്ട് ലാസ്റ്റ് എന്താണ്, ഹെൽപ്ഡ് മീ ഇഫ് യു ആർ ലവിങ്ലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ലെറ്റർ അവസാനിപ്പിക്കാം. ഇനി ആക്ടിവിറ്റി 5 അല്ലേ, പിക്ചർ സ്റ്റോറി എഴുതാനാണ്. റൈറ്റ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ ഗിവൺ പിക്ചർ. താഴെയുള്ള പിക്ചർ നോക്കിയിട്ട് ഒരു സ്റ്റോറി എഴുതാനാണ്. ഗിവ് എ ടൈറ്റിൽ ആൾസോ. അപ്പോൾ അതിനൊരു ടൈറ്റിലും കൊടുക്കണം അല്ലേ. ഒരു പിക്ചറിൽ മഴ നനഞ്ഞ് കിടക്കുന്നിടത്ത് മഴ പെയ്യുന്നുണ്ട്, അവിടെ ഒരു നായക്കുട്ടി കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 2 കുട്ടികൾ കുട ചൂടിയിട്ട് പോകുമ്പോൾ ആ നായക്കുട്ടിയെ കാണുന്നുണ്ട്. അവരതിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. 2 പേരും കൂടെ എന്താണ്, നായക്കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അതിനെ ഉറക്കുന്നുണ്ട് അല്ലേ. അതിങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന പിക്ചേഴ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇനി ഈ പിക്ചർ വികസിപ്പിച്ചിട്ട് ഒരു സ്റ്റോറി ആക്കി എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. അപ്പോൾ നമുക്ക് ടൈറ്റിൽ കൊടുക്കാം, ലവ് ആൻഡ് കെയർ. On rainy day there was a puppy lying drenched in the rain. That's when he saw 2 girls with umbrellas walking towards the road. They took the soaking wet puppy home. They fed it and made it sleep. They sat lovely watching the puppy as it slept. അപ്പോൾ ഇങ്ങനെ പിക്ചർ കാർഡ്സൊക്കെ തന്നാൽ എന്താണ്, അത് വികസിപ്പിച്ച് ഒരു സ്റ്റോറി ആക്കി എഴുതാനൊക്കെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എക്സാമിന് പോകാൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 6, റീഡ് ദ ഫോളോവിങ് ഹിൻസ് റിലേറ്റഡ് ടു കൽപ്പന ചൗള ആൻഡ് റൈറ്റ് ഹെർ പ്രൊഫൈൽ അല്ലേ. കൽപ്പന ചൗളൻ്റെ പ്രൊഫൈൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലേസ് ഓഫ് ബർത്ത് കർണൽ, ഹരിയാന. ഡേറ്റ് ഓഫ് ബർത്ത് March 17, 1962. കരിയർ ഫസ്റ്റ് ഇന്ത്യൻ ബോൺ ഫീമെയിൽ ആസ്ട്രോണറ്റ്, ജോയിൻ ഇൻ നാസ
ആസ്ട്രോനറ്റ് കോർപ്സ്. ഡെത്ത് ഫെബ്രുവരി 1, 2003. കോസ് ഓഫ് ഡെത്ത് സ്പേസ് ഷട്ടിൽ കൊളംബിയ ഡെസ്റ്റർ. അല്ലേ, ഇങ്ങനെ ആരുടെ പ്രൊഫൈൽ തന്നാലും അത് വികസിപ്പിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊഫൈൽ ഹിൻസ് വെച്ചിട്ട് ഡീറ്റെയിൽ ആക്കി എഴുതിയിട്ട് പ്രൊഫൈൽ എഴുതാൻ വേണ്ടി പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ. ഇത് നോക്കാം നമുക്ക്. ഫസ്റ്റ് കൽപ്പന ചൗള എന്ന ഹെഡിങ് കൊടുത്തു. കൽപ്പന ചൗള വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ആസ്ട്രോണറ്റ്. ഷീ ഹാഡ് ബോൺ ഓൺ 17th March 1962. She was inspired by J.R.D. Tata. She completed aeronautical engineering from Punjab Engineering College. ഇങ്ങനെ തന്നിട്ടുള്ള ഹിൻസ് ഡീറ്റെയിൽ ആക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഈസി ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയുമാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.